തമിഴക രാഷ്ട്രീയത്തിൻ്റെ ആകാശത്ത് വീണ്ടും ഒരു കൂറ്റൻ ഇടിമിന്നൽ പിണർ പാഞ്ഞു പോവുകയാണ്. ചെന്നൈയിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്കാണ്. അധികാരമേറ്റ് വെറും 90 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ തമിഴ്നാടിൻ്റെ ചരിത്രത്താളുകളിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ദളപതി വിജയ് സർക്കാരും അദ്ദേഹത്തിൻ്റെ തമിഴക വെട്രി കഴകവും കോപ്പുകൂട്ടുകയാണ്. ബജറ്റ് സമ്മേളനത്തിൻ്റെ ചർച്ചകൾ അടങ്ങുന്നതോടെ വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ സംസ്ഥാന മന്ത്രിസഭയിൽ കേൾവിയില്ലാത്ത തരത്തിലുള്ള അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രകടനം പോരാത്തവരുടെയും അഴിമതിക്കറ പുരണ്ടവരുടെയും കസേരകൾ ഒറ്റയടിക്ക് തെറിക്കുമെന്ന വാർത്തകൾ അഡ്മിനിസ്ട്രേറ്റീവ് വൃത്തങ്ങളെ പോലും ഞെട്ടിച്ചു കഴിഞ്ഞു. സീറോ ടോളറൻസ്, അതെ, അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല എന്ന മുഖ്യമന്ത്രി ജോസഫ് സി വിജയിൻ്റെ കടുത്ത നിലപാട് കാറ്റിൽ പറത്തിയവർക്ക് ഇനി മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകില്ല. ഓരോ മന്ത്രിയുടെയും പ്രവർത്തനങ്ങൾ അണ്ണുക്കിടവിടാതെ നിരീക്ഷിക്കാൻ വിജയ് രഹസ്യമായി നിയോഗിച്ച ഉന്നതാധികാര നിരീക്ഷണ സംഘം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയ ഗതാഗത മന്ത്രി പാർത്ഥിബനും മന്ത്രി പി വിശ്വനാഥനും പുറത്തേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. താക്കീതുകൾ നൽകിയിട്ടും ശൈലി മാറ്റാത്തവർക്ക് മുന്നിൽ വിജയ് വാതിൽ കൊട്ടിയടക്കുകയാണ്. അഹങ്കാരവും ഉദ്യോഗസ്ഥരോടുള്ള മോശം പെരുമാറ്റവുമാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ജഗദീശ്വരിക്ക് തിരിച്ചടിയാകുന്നതെങ്കിൽ ലഹരിമരുന്ന് മാഫിയ ബന്ധവും ഉപയോഗ ആരോപണങ്ങളും ഡി ശരത് കുമാറിൻ്റെ കസേര ഇളക്കിക്കഴിഞ്ഞു. എസ് കമലി, കീർത്തന, മന്ത്രി രാജേഷ് കുമാർ എന്നിവർ വകുപ്പുകൾ മാറ്റിപ്പണിയുമ്പോൾ അണ്ണാ-DMK വിട്ടെത്തിയ സി വിജയഭാസ്കറും MR വിജയഭാസ്കറും പുതിയ ക്യാബിനറ്റിലേക്ക് എത്തുമോ എന്ന ആശങ്കയോടെയാണ് തമിഴകം നോക്കുന്നത്. എന്നാൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിന് മുകളിലാണ് കൂടുതൽ സങ്കീർണവും നാടകീയവുമായ ഒരു സസ്പെൻസ് അരങ്ങേറുന്നത്. രാഷ്ട്രീയത്തിലെ കളികളും തന്ത്രങ്ങളും മാറിമറിയുമ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു പേര് മാത്രം, നടി തൃഷ. മധുരയിലെ തെരുവുകളിൽ തൃഷയുടെ ചിത്രം പതിച്ച പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിച്ചത്. തൃഷ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന തരത്തിലുള്ളൊരു ഊഹാപോഹങ്ങൾക്ക് ഈ പോസ്റ്ററുകൾ വിത്തുപാകിക്കഴിഞ്ഞു. മുൻപ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 മണ്ഡലങ്ങളിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് രാജിവെച്ച തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവത്തിൻ്റെ കാതൽ. പക്ഷേ ഈ നിർണായക ഉപതെരഞ്ഞെടുപ്പ് തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതി നൽകിയ സ്റ്റേ ഓർഡർ വൻ തിരിച്ചടിയും അതേസമയം തന്ത്രപരമായൊരു ഇടവേളയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും ഈ സ്റ്റേ താൽക്കാലികം മാത്രമാണെന്നും നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പച്ചക്കൊടി ലഭിച്ചാൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലൂടെ തൃഷയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം പൂർണ്ണമാകുമെന്നും നിരീക്ഷകർ കരുതുന്നു. മുൻപ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും വലിയ വാർത്തയായിരുന്നു. അന്ന് തനിക്ക് TVKക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തൃഷ പരസ്യമായി വ്യക്തമാക്കിയെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് ഒരു പൊതുപരിപാടിക്കിടെ അവർ തമാശയായി പറഞ്ഞ നാ CM ആവണം നിജമാ ചൊല്ലുങ്ങളെ നിങ്ക പാതക്കോ എന്ന വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ്. ആ വാക്ക് ഒരു പക്ഷേ തമിഴകത്തിൻ്റെ ഭാവി രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പ്രവചനമായിരുന്നു എന്ന് ആരാധകരും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒരേപോലെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു വശത്ത് കാവേരി നദീജല തർക്ക വിഷയത്തിൽ മുഖ്യമന്ത്രി വിജയിയെ വിമർശിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗവും അതിനെ തുടർന്ന് ഇന്നലെ അരങ്ങേറിയ നാടകീയമായ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും വൻ പ്രതിഷേധത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. ഇതിനെതിരെ തെരുവിലിറങ്ങി പോരാടാൻ DMK കോപ്പുകൂട്ടുമ്പോൾ മറുഭാഗത്ത് TVK സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്.